ധ്വജപ്രണാമം അതിൽ നിന്നാണല്ലോ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്ക് അത്രയ്ക്ക് പ്രശ്നമുള്ള വാക്കായിരുന്നോ? ധ്വജപ്രണാമം എന്ന് പറഞ്ഞ അർത്ഥം പതാകവന്ദനം എന്നാണ്. അത് ആർക്കാണ് പ്രശ്നം എന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രശ്നം ഉള്ളവരാണ് അത് ഒരു ആരോപിക്കപ്പെട്ടിട്ട് മുന്നോട്ട് വന്നത്. അതുമാത്രമല്ല, ബീഫ് ബിരിയാണി, ഗണപതി വട്ടം, അതെ, ഒരുപാട് പർദ്ദ ഒരു ഐഡന്റിഫിക്കേഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരു വസ്ത്രമാണെന്നും അങ്ങനെയുള്ള കുറെ ആരോപണങ്ങളായിരുന്നു ആദ്യം വന്നത്. അതെ, ഈ ഹാൽ എന്ന സിനിമയ്ക്ക് പേരിടുമ്പോ വിചാരിച്ചിരുന്നു ഇത് ഇത്ര വലിയൊരു ഹാലാകും എന്നുള്ളത്? ഹാലെന്ന് പറഞ്ഞൊരു അവസ്ഥ എന്നൊക്കെയാണ് അന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഏകദേശം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത്രയും ഈ ഒരു മൂവീനെ ഇങ്ങനെ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു പല സൈഡിൽ നിന്നും. കൂട്ടം ചേർന്നതല്ല, അതായത് ആദ്യം ഒരു വിഭാഗമാണ് ഇതിൻ്റെ ബാക്കിൽ കൂടിയത്. അവർക്ക് കൂട്ടുപിടിക്കാൻ ഞങ്ങൾ ഒറ്റക്കല്ല. ശരിക്കും നമ്മളൊരു ഒരു സംഭവത്തിന് നമ്മൾ ഒരാൾ ഒറ്റക്കാണെന്ന് പറയുമ്പോൾ അതിന് ശക്തി കുറയും. എന്നാൽ എൻ്റെ കൂടെ വേറൊരു വിഭാഗം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ശക്തി കൂടും. അതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടിയതാണ്. അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം താമരശ്ശേരി ബിഷപ്പിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ കണ്ടു സിനിമ? അത് ഇവരെങ്ങനെയാ കാണുന്നത്? അതാണ് എല്ലാവർക്കും ഞാൻ ചോദിക്കുന്നത്. നമ്മളെ ഫസ്റ്റ് സിനിമ ഇറങ്ങി, ഫസ്റ്റ് ഷോ റിലീസായി, ജനങ്ങൾ കണ്ട് അതിൽ ഒരു മതത്തെയോ ഒരു മതവിഭാഗത്തെയോ ഒരു നേതാവിനെയോ നമ്മൾ അവഹേളിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പായാൽ പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അവർക്ക് എല്ലാം കോടതി പോവാം, നമുക്ക് ആർക്കും പോവാം. ഇത് മൂന്നാമതോ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ കാണാൻ ഇടയില്ലാത്തൊരു ഫയൽ നമ്മളൊരു സ്വതന്ത്ര കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. ആ കമ്മിറ്റിയുടെ മെമ്പർമാരുടെ ബൈലോ പോലും അല്ലെങ്കിൽ അവരുടെ അഫിഡവിറ്റ് പോലും ഞങ്ങൾ സ്വന്തമായി കണ്ടുകൊള്ളാം, വേറെ ആൾക്ക് ഇത് അറിയിക്കില്ല എന്നുള്ളതാണ്. ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അതിൻ്റെ ഓപ്പറേറ്റർ റൂമിൽ കയറി ഇതിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അത് ഡിലീറ്റ് ചെയ്ത് ആ കണ്ടന്റ് അവസാനിപ്പിക്കണം എന്നാണ് അതിൻ്റെ ഒരു റൂള്. അങ്ങനെ ചെയ്തിരുന്നു. അത് പ്രകാരം കാണിച്ചിട്ടുള്ളൊരു സിനിമ. ആ സിനിമയുടെ ഒരു 1-ാം തീയതിയാണ് ഞങ്ങൾക്ക് മുംബൈയിൽ സെൻസറിങ്ങിൻ്റെ ഒക്ടോബർ 1-ാം തീയതി. സെപ്റ്റംബർ മുതൽ തുടങ്ങിയതാണ്, അതിലേക്ക് പിന്നെ വരാം. ഒക്ടോബർ 1-ാം തീയതി നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു മുംബൈയിലോട്ട് കാണിച്ചിട്ടുള്ള 10-ാം തീയതിയാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഗൂഢാലോചനകളുണ്ട്, പിന്നെ പറയാം. ഈ ഒക്ടോബർ 1-ാം തീയതി ഞങ്ങൾ ഒരു പ്രിവ്യൂ കഴിഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തീരുമാനം അറിയിക്കാം എത്ര കട്ടുകളാണെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തോ ഇതിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു അജണ്ട നമുക്കുണ്ടെന്നാണോ? അതെ. അപ്പോൾ എന്തോ എന്ന് വെച്ചാൽ എന്താണെന്ന് ഉറപ്പിക്കാൻ അവർക്ക് അറിയില്ല, എന്തോ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ചർച്ച അവിടെ ഉണ്ട്. ഞങ്ങൾ വന്ന് 6-ാം തീയതി വരെ ഞങ്ങൾക്ക് ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. 6-ാം തീയതി രാത്രി വൈകുന്നേരത്തുമാണ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ടൊരു പോർട്ടലുണ്ട്. അതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് നമ്മളെ സിനിമക്ക് എ സർട്ടിഫിക്കറ്റ് ആണ്, അതും ഇത്രയും പറയപ്പെടുന്ന കട്ടുകൾ കഴിഞ്ഞിട്ടാണ് ഈ എ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കട്ടുകളിലെ ഡീറ്റെയിൽ അനുസരിച്ചിട്ടുള്ള ഒരു നോട്ടീസും കൂടി അവരിറക്കി. ഈ എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇതിനകത്ത് എന്താണ് അഡൽട്ട്സ് ഓൺലി കണ്ടന്റ്സുകൾ ഉണ്ടോ? അതായത് സെക്ഷുവൽ ആയിട്ടുള്ള സീൻസോ അല്ലെങ്കിൽ ക്രൈമോ ബ്ലഡോ ഒന്നുമില്ല? അതാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. സെൻസർ ബോർഡിനാണ് ഒരു സിനിമയുടെ പ്രദർശനാനുമതി കൊടുക്കാനും നിഷേധിക്കാനുള്ള അധികാരം. അവർക്ക് തന്നെയാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എ ആണോ യു ആണോ 16+ ആണോ എന്നുള്ള അധികാരം. പക്ഷേ ആ അധികാരം ദുരുപയോഗം ചെയ്യരുത്. ഒരു വ്യക്തിക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയിട്ടോ മതത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ആ അധികാരം ദുരുപയോഗം ചെയ്യരുതെന്ന് ഹൈക്കോടതി വ്യക്തമായി താക്കീത് ചെയ്തു. അത് നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു ഗൂഢാലോചന. ഈ 1-ാം തീയതി സെൻസറിങ്ങിൻ്റെ ഷോ പ്രിവ്യൂ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതിൽ ഇത്ര കട്ടുകളുണ്ടെന്ന് അറിയുന്നത് 7-ാം തീയതിയാണ്. 6-ാം തീയതി നൈറ്റ് ഈ കേരളത്തിലത്തെ ഒരു മാധ്യമം പോലും ഇങ്ങനൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു വിഷയം നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 7 മോർണിംഗിനാണ്.
ഒക്ടോബർ 3-ാം തീയതി കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു ലെറ്റർ സെൻസർ ബോർഡിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസർ ബോർഡിൽ നിന്ന് ഈ തന്നെ സിനിമ leak ആയി. പുറത്തിറക്കരുത് പറഞ്ഞിട്ട്. അപ്പോൾ 3-ാം തീയതി ഈ സെൻസർ ബോർഡിലോട്ട് ഒരു ലെറ്റർ അവർ അയച്ചിട്ട് അതിൻ്റെ പകർപ്പ് ഹൈക്കോടതി കൊടുത്തു. അതെ. അങ്ങനെ 3-ാം തീയതി ഒരു സെൻസർ ബോർഡിലേക്ക് ഒരു ലെറ്റർ പോകണമെങ്കിൽ ഈ സിനിമ ഇവർ എവിടുന്ന് കണ്ടു? അപ്പോൾ ഈ സെൻസർ ബോർഡിലുള്ളവർ മാത്രമല്ല ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് ലീക്ക് ആയതാണോ? വേറെ എവിടുന്ന് ലീക്കാവും? സെൻസർ ബോർഡിൽ നിന്നോ ആണ് ഇത്. അപ്പം സെൻസർ ബോർഡിൽ ഇപ്പോൾ ഇതിന് മുൻപുള്ള കാലം ഇപ്പോൾ കറക്റ്റ് ഒരു അജണ്ടയുണ്ട്. അതായത് അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായി ഇന്ന അക്ഷരങ്ങൾ പാടില്ല, ഇന്ന കളറുകൾ പാടില്ല, ഇന്ന വാക്കുകൾ പാടില്ല. അപ്പോൾ അതിന് ഞാൻ അവർക്ക് വെച്ചൊരു ഉപാധി ഉണ്ടായിരുന്നു. ഞാൻ അത് കോടതിയിൽ മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സ്ക്രിപ്റ്റ് സെൻസറിങ്. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സ്ക്രിപ്റ്റ് സെൻസറിങ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ആര് ഭരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടനയോട് അനുസരിച്ച് തന്നെ ജീവിക്കാൻ വിശ്വാസവും അതിനനുസരിച്ച് തയ്യാറായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവരുടെ തീരുമാനത്തിന് എതിരെ വന്നാലാണല്ലോ നമ്മളെ കാശും സമയവും എല്ലാം പോകുന്നത്. നമ്മൾ സ്ക്രിപ്റ്റ്, ഇപ്പോൾ നമ്മളൊരു 4 പേജുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി, ആ സ്ക്രിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് അത് ഇവർ വായിച്ചിട്ട് ഇതിൽ ഈ വാക്കുകൾ പറ്റില്ല, ഈ കണ്ടൻറ്റ് പറ്റില്ല, ഈ സബ്ജക്റ്റ് പറ്റില്ല, ഈ രീതി പറ്റില്ല, ഈ കളറ് പറ്റില്ല, ഈ പ്രദേശം പറ്റില്ല എന്ന് പറഞ്ഞാൽ പാടെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അതിൽ അപ്പം ചേഞ്ച് വരുത്താം. ഇത് നമ്മൾ ഇത്രയും കാശുകൾ മുടക്കി ഒരുപാട് പേര് കഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ ജീവിതം, ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു, പലരുടെ സ്വപ്നം, അതിൻ്റെ ബാക്കിലെല്ലാം അവസാന ഘട്ടത്തിലെത്തിയിട്ട് സെൻസർ ബോർഡ് കത്രിക വെക്കുമ്പോൾ എല്ലാവരുടെയും ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. അതെ, ഒരുപാട് പേര് നിരാശപ്പെടുന്നു, ഒരുപാട് പേര് പ്രശ്നത്തിലോട്ട് പോകുന്നു. ഈ വ്യവസായം തന്നെ പാതി വഴി നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പൊ എൻ്റെ അറിവിൽ നിന്ന് ഒരുപാട് പേര് സെൻസർ ബോർഡിന് പേടിച്ച് സിനിമ എടുക്കാത്തവരുണ്ട്. അത് പബ്ലിക്കായിട്ട് പറഞ്ഞ നമ്മളെ വെട്രിമാരൻ സാറ് അവരെല്ലാം പറഞ്ഞു ഞാൻ സിനിമ നിർമ്മാണം നിർത്തിവെക്കുകയാണ്. ഇപ്പൊ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള JSKയുടെ ആണെങ്കിലും ജാനകി എന്നുള്ള പേര് വരെ പ്രോബ്ലം ആയില്ലേ? അതെ അതെ അതെ. അത് അപ്പോൾ നമുക്കൊരു പേര് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു, ഇപ്പൊ അവിഹിതത്തിനകത്താണെങ്കിൽ സീത എന്നുള്ള പേര്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നമുക്കൊരു ഡയറക്ടറിനാണെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനാണെങ്കിലും ആ ഒരു അവരുടെ ആർട്ടിനോട് ഒരു ഫ്രീഡം കിട്ടാത്തൊരവസ്ഥ. മതേതര രാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനിയുള്ള കാലഘട്ടത്തിൽ കലാകാരന്മാർക്കൊന്നും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം ഒരു ക്യാരക്ടറിന് പേരുണ്ടെങ്കിൽ പോലും ഇനി ആർക്കും ഇല്ലാത്ത പേര് ക്ലാക്ലി അല്ലെങ്കിൽ നമ്പർ 2 അങ്ങനെയൊക്കെ ഇടായിരിക്കും നല്ലത്. കാരണം നമ്പർ 2 പള്ളിയിൽ പോയി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ ഇപ്പോൾ ഉള്ള ദൈവങ്ങളെ ലിസ്റ്റ് എടുക്കുക, ആ ദൈവങ്ങളുടെ ഒരു പേരും പറയരുത്. അങ്ങനത്തെ ഒരു ദേവാലയത്തിൽ നമ്പർ 2 പോയി, എന്നിട്ട് അവിടുത്തെ വിഗ്രഹ പള്ളി എന്താ വെച്ചാൽ തച്ചുടച്ചു, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല.